ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്, അതായത് ടെക്നോളജിയിലെ പുതിയ ന്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ന്യൂസിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇൻഫിനിക്സ് നോട്ട് 11i ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫിനിക്സ് നോട്ട് 11iൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 SoC പ്രൊസസ്സറാണ് അതിൽ യൂസ് ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം പ്രൊസസ്സർ കുഴപ്പമില്ല. അതിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാം, സെൽഫി ക്യാം എന്ന് പറയുന്നത് 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാം തരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ, അതേപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് മോൾ ഫിംഗർ പ്രിന്റ് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 11,990 രൂപയാണ് ഇൻഫിനിക്സ് നോട്ട് 11iയുടെ വില വരുന്നത്. ഡിസൈൻ കൊണ്ടും അതേപോലെ തന്നെ കാഴ്ച കൊണ്ടും ക്യാമറകളെ കൊണ്ടായാലും കാണാൻ നല്ല ലുക്കും അതേപോലെ തന്നെ ക്വാളിറ്റി നൽകുന്ന ഒരു ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 11i. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് IQ-Z5ൻ്റെ പുതിയൊരു കളർ വേരിയൻറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. സൈബർ ഗ്രിഡ് കളർ വേരിയൻ്റ് ആണ് ലോഞ്ച് ചെയ്യണേ. അപ്പോൾ അതെന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 778 ചിപ്സെറ്റോട് കൂടിയാണ് ലോഞ്ച് ചെയ്യണേ. 6.67 ഫുൾ HD ഡിസ്പ്ലേ വിത്ത് 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ 5000 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8128-ന് 23,990, അതേപോലെ തന്നെ 12-256-ന് 26,990 രൂപയാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് കൊണ്ടും ക്യാമറ ക്വാളിറ്റി കൊണ്ടായാലും IQ-Z5 എന്ന് പറയുന്നത് ഒരു നല്ല മൊബൈൽ ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കളർ വേരിയൻറ്റും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു കളറിങ് ഓപ്ഷനും കൂടി IQ-Z5 നൽകുന്നുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് BGMI കളിക്കുന്നവർക്കുള്ളതാണ്. BGMI ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിൽ ഡെവലപ്പേഴ്സ് ക്രാഫ്റ്റ് 25 ലക്ഷത്തിൽ മുകളിൽ അക്കൗണ്ടുകൾ ബാൻ ആക്കിയിട്ടുണ്ട്. 25 ലക്ഷത്തിന് മുകളിലുള്ള 26 ലക്ഷത്തോളം വരുന്ന അക്കൗണ്ടുകളെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് ബാൻ ചെയ്തതെന്ന് പറയുന്നത് അവർ ചീറ്റിങ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇപ്പോൾ BGMI കളിക്കുന്നവർക്ക് കാണാൻ സാധിക്കും, അതിൽ ഹാക്കേഴ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാക്ക്ഡ് അക്കൗണ്ടുകളൊക്കെ ക്രാഫ്റ്റ് ഫുള്ളായിട്ട് ബാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ BGMI കളിക്കുന്നവർക്ക് മാത്രമല്ല യൂട്യൂബ് ചാനൽ, അതായത് എങ്ങനെ ഹാക്ക് ചെയ്യാം ഇങ്ങനെ തരത്തിലുള്ള വീഡിയോസ് വരുന്ന യൂട്യൂബ് ചാനലുകളും ഇനി ബാൻ ആകാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള അപ്പീലൊക്കെ ക്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാക്കേഴ്സിന് ഒരു ദുഃഖ വാർത്തയാണ്. കാരണം ഹാക്ക് ചെയ്ത് കളിക്കുന്നതിന് ഒരു രസമില്ലല്ലോ, സ്വന്തം കഴിവുകൊണ്ട് കളിച്ച് ജയിക്കാം. അപ്പോൾ പരമാവധി അക്കൗണ്ടുകളെല്ലാം BGMI ക്രാഫ്റ്റ് ഫുള്ളായിട്ട് ബാൻ ചെയ്യുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. സാംസങ് ഗാലക്സി A33 5Gയുടെ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ A33 എന്ന് പറയുന്നത് 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇൻഫിനിക്സ് U-ഹോൾ പഞ്ച് ഡിസ്പ്ലേയും കൂടിയാണ് സാംസങ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമും അതേപോലെ തന്നെ 60 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമും ഇതിൽ നൽകുന്നുണ്ട്. ഇതിൽ പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ പ്രൊസസ്സറാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAhൻ്റെ ബാറ്ററിയാണ് A33-ൽ സാംസങ് നൽകുന്നത്. അതേപോലെ 90 ഹെഡ്സ് റിഫ്രഷ് റേറ്റും ഇതിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില 19,999 രൂപയാണ് സാംസങ് ഗാലക്സി A33ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാ. വാട്സപ്പിലൊരു ഫീച്ചറാണ് ലാസ്റ്റ് സീൻ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് വാട്സപ്പ് ഉപയോഗിച്ചത് എന്ന് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ലാസ്റ്റ് സീൻ. അത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്തിടാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിടാം എന്നൊരു ഓപ്ഷൻ. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് വാട്സപ്പ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ആ ഒരു ഓപ്ഷൻസിൽ വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റും കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. പുതിയൊരു ഫീച്ചർ അതിൽ എഴുതി ചേർക്കാൻ പോവുകയാണ്. നമുക്കിനി ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിനെ മാത്രം എക്സെപ്റ്റ് ചെയ്ത് ലാസ്റ്റ് സീൻ കാണിക്കാം. അതായത് ഇപ്പോൾ ലാസ്റ്റ് സീൻ കാണാൻ പറ്റും, പക്ഷെ എക്സെപ്റ്റ് എനി കോണ്ടാക്ട്സും കൂടി നമുക്ക് ആ ഒരു ഓപ്ഷൻ, ആ ഒരു കാറ്റഗറിയിൽ ഒരു ഓപ്ഷനും കൂടി വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഓപ്ഷനാണ്. നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് കോണ്ടാക്ട്സിനെ നമുക്ക് മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് ലാസ്റ്റ് സീൻ മാത്രം കാണിക്കാവുന്ന തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ്, കൊള്ളാം. ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ഫീച്ചർ വരുന്നത്, അതായത് ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിന്
ലൈവില് മോഡറേറ്റ് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ആരാണോ ലൈവ് നടത്തുന്നത് ആൾക്ക് വേറൊരു യൂസറിനെ നമുക്ക് മോഡറേറ്റർ ആയിട്ട് ആ ലൈവില് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ള അപ്ഡേഷനിൽ ആ ഒരു ഫീച്ചർ വരും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ സ്റ്റോറീസ് ഇടാറുണ്ട്. സ്റ്റോറീസിന് നമ്മൾ റിപ്ലൈ ആയിട്ട് മെസ്സേജസ് ആണ് കൊടുക്കാറ്. അപ്പോൾ ഇനി മുതൽ സ്റ്റോറീസിനും ഒരു ലൈക്ക് ബട്ടൺ, നമ്മൾ റീൽസിന് കാണുന്ന പോലെ ഒരു ലൈക്ക് കമന്റ്, ആ ഒരു ബട്ടൺസ് സ്റ്റോറീസിനും ഇൻസ്റ്റാഗ്രാം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫീച്ചർ വീണ്ടും, അതായത് അധികം വൈകാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ ഈ രണ്ട് ഫീച്ചേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ എത്തുന്നതാണ്. വിവോ Y15A ലോഞ്ച് ആയിട്ടുണ്ട്. വിവോയുടെ പുതിയ ഫോണാണ് Y15A. 6.51 HD ഡിസ്പ്ലേ ആണ്. ഫുൾ HD അല്ല, HD ഡിസ്പ്ലേ ആണ് അതിൽ നൽകുന്നത്. 5000 mAh ബാറ്ററി, മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P35 SoC പ്രൊസസ്സറാണ് അതിൽ യൂസ് ചെയ്തതാണ്. പിന്നെ വിവോ ഒരു വിർച്വൽ റാം 1 GB വിർച്വൽ റാം Y15Aയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിർച്വൽ റാം എന്താണെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വിർച്വൽ റാമിൻ്റെ ഫുൾ കോൺസെപ്റ്റ്സും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് 664-ന് 19,990 രൂപയാണ് വിവോ Y15Aയുടെ പ്രൈസ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം റിയൽമി CEO അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിയൽമി നോക്കുന്നത് ഹൈ എൻഡ് വേരിയൻറ്റുകളിലേക്കാണ്. അതായത് ഫ്ലാഗ്ഷിപ്പ് പോലത്തെ മൊബൈൽ ഫോണുകളിലേക്കാണ് ഇനി റിയൽമി നോട്ടമിട്ടിരിക്കുന്നത്. $800 മുകളിലുള്ള പ്രൈസ് വരുന്ന മൊബൈൽ ഫോണുകൾ ഇറക്കാനാണ് ഇനി റിയൽമി തീരുമാനിക്കുന്നത്. നമ്മുടെ ആപ്പിളിനോടും ഗൂഗിൾ പിക്സലിനോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു മൊബൈൽ ഫോൺ ഇറക്കുക എന്നതാണ് ഇനി റിയൽമി ലക്ഷ്യം എന്നൊക്കെ റിയൽമി CEO കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം കോമ്പാക്റ്റ്, അതായത് എത്രത്തോളം കോമ്പീറ്റ് തരുന്ന മൊബൈൽ ഫോണുകളായിരിക്കും റിയൽമി ഇറക്കുക, എത്ര പെർഫോമൻസ് ഒക്കെ നമുക്ക് ആപ്പിളിനോട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ, സെക്യൂരിറ്റി ആയാലും എല്ലാം ആപ്പിളിനോട് കോമ്പീറ്റ് ചെയ്യാൻ തരത്തിൽ ഇറക്കുന്ന CEO പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെ വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റെഡ്മി നോട്ട് 11T 5Gയുടെ ലീക്ക് വന്നിട്ടുണ്ട്. അതായത് ലോഞ്ച് ഡേറ്റിൻ്റെ ലീക്ക് വന്നിട്ടുണ്ട്. റെഡ്മി നോട്ട് 11T എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 11 പ്രോയുടെ റീബ്രാൻഡ് വേർഷനാണ്. അതായത് ചൈനയിലൊക്കെ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ റെഡ്മി നോട്ട് 11T എന്ന രീതിയിലാണ് വന്നത്. പോക്കോ റെഡ്മി 11 പ്രോയുടെ റീബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, പോക്കോ M4 Pro. അപ്പോൾ ഇപ്പോൾ റെഡ്മി തന്നെ അതിൻ്റെ റീബ്രാൻഡായിട്ട് റെഡ്മി 11T ഇറക്കാണ്, നോട്ട് 11T. അപ്പോൾ അതിൻ്റെ ലീക്ക്, ലോഞ്ച് ഡേറ്റിൻ്റെ ലീക്ക് നവംബർ 30 കൂടി ലോഞ്ച് ആകുന്നതാണ് പറയണേ. ഒരു സൂപ്പർ ഫോണാണ്. ക്യാമറ കൊണ്ടായാലും പെർഫോമൻസ് കൊണ്ടായാലും 120 വാട്ട്സിൻ്റെ ചാർജർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഒഫീഷ്യലി ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസ് കാണുന്നത് നല്ലതാണ്. ഇനി വരുന്നത് ഒരു ടെക്നോളജി യുഗമാണ്. അപ്പോൾ ടെക്നോളജിയെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വീഡിയോസിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു ചെറിയ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് തീർത്തും നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുപിട്ടുവരെ ഇറ്റ്സ് മീ സോമൻ സോജൻ സൈനിങ് ഓഫ്.